ആ സൂറത്തുൽ ഫാത്തിഹയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പല പ്രസംഗങ്ങളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. റബ്ബിൽ ആലമീൻ, റബ്ബിൽ എന്ന ലാമിന് സുക്കൂൻ ചെയ്ത ശേഷം ആലമീൻ എന്ന ഐന്, ആലമീൻ എന്ന ഐന് പ്രത്യേകം ശ്രദ്ധിച്ചു ഓതണം. ഇല്ലെങ്കിൽ ഐനുണ്ടാകൂല, ലാമിനൊരു ശബ്ദമായി മാറും. എങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചില ആളുകളൊക്കെ ഓതൽ അങ്ങനെയാണ്, റബ്ബിൽ ആലമീൻ. ലാമിന് ഒരു ശബ്ദ കൊടുത്തിട്ട് രണ്ട് ലാമാക്കി ഓതുകയാണ്, ഐന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ നിസ്കാരം ബാത്തിലാവുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ എന്ന ലാമിന് സുക്കൂൻ ചെയ്തിട്ട് ആലമീൻ എന്ന ഐന് പ്രത്യേകം ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതുപോലെ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അർറഹ്മാനിർ റഹീം, അവസാനം ഒരു മീമുണ്ട്. മാലികി യൗമിദ്ദീൻ, അതിന്റെ തുടക്കത്തിലും ഒരു മീമുണ്ട്. അപ്പൊ അർറഹ്മാനിർ റഹീം എന്നോതിയിട്ടൊരു ശ്വാസമെടുക്കണം. ശ്വാസമെടുത്തിട്ട് മാലികി യൗമിദ്ദീൻ എന്നോദണം. ഓരോ ആയത്തിന്റെയും ശേഷം ഒന്ന് ശ്വാസമെടുത്തിട്ട് രണ്ടാമത്തെ ആയത്ത് ഓതുന്നതാണ് പുണ്യം. അഥവാ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അർറഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ, അർറഹ്മാനിർ റഹീമി എന്ന് മീമിന് കസ്ർ ചെയ്തിട്ട് മാലികി യൗമിദ്ദീൻ എന്ന് എടുത്തു ഓതണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മീമ് നഷ്ടപ്പെട്ടു പോകും. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ഒരു മീമ് നഷ്ടപ്പെട്ടു പോയി, നിസ്കാരം ബാത്തുലായി പോയി. അവിടെ സൂക്ഷിക്കണം. ഇതുപോലെ ഞാൻ പറയട്ടെ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് ചുണ്ട് പൂട്ടണം. മീമ് പറയുമ്പോൾ ചുണ്ട് പൂട്ടണം. എന്നിട്ട് വലദ്ദാല്ലീൻ ചുണ്ട് തുറന്നുകൊണ്ട് വാവ് വേറെ മൊഴിയണം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വാ എന്ന് പറയരുത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇത്രയും ഫാത്തിഹയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്